ഓം ശാന്തി 21/7/2024 അവ്യക്ത ബാബ്ദാദ റിവൈസ് കോഴ്സ് 16/12/2000. മുരളിയുടെ ടൈറ്റിലാണ് സാക്ഷാത് ബ്രഹ്മബാബയ്ക്ക് സമാനം കർമ്മയോഗി മാലാഖ ആകൂ, അപ്പോൾ സാക്ഷാത്കാരം ആരംഭിക്കും. ഇന്ന് ബ്രാഹ്മണ ലോകത്തിന്റെ രചയിതാവ് ബാബ്ദാദ തന്റെ ബ്രാഹ്മണ ലോകത്തെ കണ്ടുകണ്ട് ഹർഷിതമാവുകയാണ്. എത്ര കൊച്ചു പ്രിയങ്കര ലോകമാണ്! ഓരോ ബ്രാഹ്മണരുടെയും നെറ്റിയിൽ ഭാഗ്യനക്ഷത്രം തിളങ്ങുകയാണ്. യഥാക്രമം ആയിട്ടും ഓരോരുത്തരുടെയും നക്ഷത്രത്തിൽ ഭഗവാനെ തിരിച്ചറിയുന്നതിന്റെയും ആയിത്തീരുന്നതിന്റെയും ശ്രേഷ്ഠ ഭാഗ്യത്തിന്റെ തിളക്കമാണ്. ഏതു ബാബയെ ഋഷി, മുനി, തപസ്വിമാർ നേത്തി നേത്തി എന്ന് പറഞ്ഞുകൊണ്ടു പോയോ, ആ ബാബയെ ബ്രാഹ്മണ ലോകത്തെ നിഷ്കളങ്ക ആത്മാക്കൾ അറിഞ്ഞിരിക്കുന്നു, നേടിയിരിക്കുന്നു. ഈ ഭാഗ്യം ഏതാത്മാക്കൾക്കാണ് പ്രാപ്തമാകുന്നത്? സാധാരണ ആത്മാക്കൾക്ക്. ബാബയും സാധാരണ ശരീരത്തിലേക്ക് വരുന്നു. കുട്ടികളും സാധാരണ ആത്മാക്കളായി തന്നെ അറിയുന്നു. ഇന്നത്തെ ഈ സഭയിൽ നോക്കൂ, ആരാണ് ഇരിക്കുന്നത്? ആരെങ്കിലും കോടി പതിമാർ ഇരിക്കുന്നുണ്ടോ? സാധാരണ ആത്മാക്കൾക്ക് തന്നെയാണ് മഹിമയുള്ളത്. ബാബ ദരിദ്രരുടെ നാഥൻ എന്നാണ് പാടപ്പെട്ടിട്ടുള്ളത്. കോടാനുപതികളുടെ നാഥനെന്നല്ല പാടിയിട്ടുള്ളത്. ബുദ്ധിമാന്മാരുടെയും ബുദ്ധിക്ക് എന്താ ഏതെങ്കിലും കോടിപതികളുടെ ബുദ്ധിയെ സ്പർശിക്കാൻ സാധിക്കില്ലേ? എന്താ വലിയ കാര്യമാണോ? എന്നാൽ ഡ്രാമയുടെ വളരെ നല്ല മംഗളകാരിയായ നിയമം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് പരമാത്മാ കാര്യത്തിൽ തുള്ളിയായി നിറയണമെന്നാണ്. അനേക ആത്മാക്കളുടെ ഭാവി ഉണ്ടാക്കണം. 10 20 അല്ല, അനേക ആത്മാക്കളുടെ സഫലമാകണം. അതിനാൽ മഹിമയുണ്ട്. തുള്ളിയിൽ നിന്ന് തടാകം. താങ്കൾ എല്ലാവരും എത്രത്തോളം ശരീരം, മനസ്സ്, ധനം സഫലമാക്കിക്കൊണ്ടിരിക്കുന്നുവോ അത്രയും തന്നെ സഫലതയുടെ നക്ഷത്രമായി മാറിയിരിക്കുന്നു. എല്ലാവരും സഫലതയുടെ നക്ഷത്രങ്ങൾ ആയിട്ടില്ലേ? ആയിട്ടുണ്ടോ? അതോ ആകണമോ? ആലോചിക്കുകയാണോ? ആലോചിക്കരുത്. ചെയ്യാം, നോക്കാം, ചെയ്യുക തന്നെ വേണമല്ലോ. ഈ ആലോചനയും സമയം നഷ്ടപ്പെടുത്തലാണ്. ഭാവിയുടെയും വർത്തമാനത്തെയും പ്രാപ്തി നഷ്ടപ്പെടുത്തലാണ്. ബാബ്ദാദയുടെ അടുക്കൽ ചില കുട്ടികളുടെ ഒരു സങ്കല്പം എത്തിച്ചേരുന്നുണ്ട്. പുറമേ ഉള്ളവർ പാവങ്ങളാണ്, എന്നാൽ ബ്രാഹ്മണാത്മാക്കൾ പാവങ്ങളല്ല, ചിന്താശേഷി ഉള്ളവരാണ്, വിവേകശാലികളാണ്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ചില കുട്ടികളിൽ ഒരു ദുർബല സങ്കല്പം ഉയരുന്നു. പറയട്ടെ, എല്ലാവരും കൈ ഉയർത്തുകയാണ്. വളരെ നല്ലത്. ഇടയ്ക്കിടെ ചിന്തിക്കുന്നു, എന്താ വിനാശം സംഭവിക്കണോ അതോ സംഭവിക്കാതിരിക്കണോ? 99 ചക്രവും പൂർത്തിയായി, 2000 പൂർത്തിയാകുന്നു. ഇനി ഏതുവരെ? ബാബ്ദാദ ചിന്തിക്കുന്നു, ചിരിക്കേണ്ട കാര്യമാണ് വിനാശത്തെപ്പറ്റി ചിന്തിക്കുക എന്നാൽ ബാബയോട് വിട പറയുക. എന്തെന്നാൽ വിനാശമുണ്ടാകുക എന്നാൽ ബാബ പരംധാമത്തിലേക്ക് പോകുമല്ലോ. അപ്പോൾ എന്താ, സംഗമം മുതലേ ക്ഷീണിച്ചു പോയോ? വജ്രതുല്യമെന്ന് പറയുന്നു, സ്വർണിമത്തെ കൂടുതൽ ഓർമ്മിക്കുന്നു. സംഭവിക്കേണ്ടതാണ്, എന്നാൽ എന്തിനാണ് കാത്തിരിക്കുന്നത്? പല കുട്ടികളും ചിന്തിക്കുന്നു, സഫലമാക്കാം. എന്നാൽ നാളെയോ മറ്റന്നാളോ വിനാശമുണ്ടായാൽ ഞങ്ങൾക്ക് ഒരു ഉപയോഗവും ആവുകയില്ല. അപ്പോൾ അത് സേവനത്തിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ചെയ്യാം, ചിന്തിച്ചിട്ട് ചെയ്യാം, കണക്കനുസരിച്ച് ചെയ്യാം, കുറേശ്ശെ ചെയ്യാം. ഈ സങ്കല്പം ബാബയുടെ അടുക്കൽ എത്തിച്ചേരുന്നുണ്ട്.
എന്നാൽ അഥവാ താങ്കൾ കുട്ടികൾ ഇന്ന് തന്റെ ശരീരം സേവനത്തിൽ സമർപ്പിച്ചുവെങ്കിൽ, മനസ്സ് വിശ്വപരിവർത്തനത്തിന്റെ വൈബ്രേഷനിൽ നിരന്തരം ഉപയോഗിച്ചുവെങ്കിൽ, എന്ത് ധനമുണ്ടോ പ്രാപ്തിക്ക് മുന്നിൽ അത് ഒന്നുമല്ല. എന്നാൽ എന്തായാലും ഇന്ന് താങ്കൾ ചെയ്തു, നാളെ വിനാശം സംഭവിക്കുന്നു. എന്താ താങ്കളുടേത് സഫലമായോ അതോ വ്യർത്ഥമായി പോയോ? ചിന്തിക്കൂ. സേവനത്തിൽ ഉപയോഗപ്പെട്ടില്ല എങ്കിൽ എന്താ സഫലമായോ? താങ്കൾ ആർക്ക് വേണ്ടിയാണ് സഫലമാക്കിയത്? ബാപ്ദാദയെ പ്രതിയല്ലേ സഫലമാക്കിയത്? ബാപ്ദാദ അവിനാശിയാണ്, ഒരിക്കലും വിനാശമാവുകയില്ല. അവിനാശി കണക്കിൽ അവിനാശി ബാപ്ദാദയുടെ അടുക്കൽ താങ്കൾ ഇന്ന് ശേഖരിച്ചു, 1 മണിക്കൂർ മുമ്പ് ശേഖരിച്ചു എങ്കിൽ അവിനാശി ബാബയുടെ അടുക്കൽ താങ്കളുടെ കണക്ക് 1 കോടി മടങ്ങ് ശേഖരണമായി. ബാബ ബന്ധിതനാണ് 1 കോടി തരുവാനായി. അപ്പോൾ ബാബ പോവുകയില്ലല്ലോ. പഴയ സൃഷ്ടിയല്ലേ വിനാശമായി പോകുക. അതിനാൽ താങ്കൾ ഹൃദയം കൊണ്ട് ചെയ്തതോ നിർബന്ധം കൊണ്ട് ചെയ്തതോ കാണിക്കാൻ വേണ്ടി ചെയ്തതോ അവയ്ക്ക് പൂർണമായും തിരിച്ചു ലഭിക്കുകയില്ല. ലഭിക്കുക തീർച്ചയായും ചെയ്യും, എന്തെന്നാൽ ദാതാവിന് നൽകിയതാണ്. എന്നാലും പൂർണമായി ലഭിക്കുന്നില്ല. അതിനാൽ ഇത് ചിന്തിക്കാതിരിക്കൂ. ശരി, വിനാശം ഇപ്പോൾ 2001 വരെയും കാണപ്പെടുന്നേയില്ല. ഇപ്പോഴാണെങ്കിൽ പരിപാടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, കെട്ടിടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, വലിയ വലിയ പദ്ധതികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 2001 ആയിട്ടും കാണപ്പെടുന്നേയില്ല, കാണപ്പെടുകയില്ല. ഒരിക്കലും ഈ കാര്യങ്ങളെ തന്റെ ആധാരമാക്കി അലസരാകരുത്. അപ്രതീക്ഷിതമായി സംഭവിക്കണം. ഇന്ന് ഇവിടെ ഇരിക്കുകയാണ്, 1 മണിക്കൂറിന് ശേഷവും സംഭവിക്കാം. സംഭവിക്കേണ്ടതില്ല, പേടിക്കരുത്. അറിയില്ല 1 മണിക്കൂറിന് ശേഷം എന്താണാവോ സംഭവിക്കുക, ഇങ്ങനെ ചിന്തിക്കരുത്. സംഭവ്യമാണ്. സദാ ഇത്രയും തയ്യാറായിരിക്കുക തന്നെ വേണം. ശിവരാത്രി വരെയും ചെയ്യാം, ഇങ്ങനെ ചിന്തിക്കരുത്. സമയത്തിന്റെ കാത്തിരിപ്പ് ചെയ്യാതിരിക്കുക. സമയം താങ്കളുടെ രചനയാണ്. താങ്കൾ മാസ്റ്റർ രചയിതാവാണ്. രചയിതാവ് രചനയ്ക്ക് അധീനമായി പോകരുത്. സമയം രചനയാണ്, താങ്കളുടെ ആജ്ഞയിൽ നടക്കേണ്ടതാണ്. താങ്കൾ സമയത്തിന്റെ കാത്തിരിപ്പ് നടത്താതിരിക്കുക. എന്നാൽ ഇപ്പോൾ സമയം താങ്കളെ കാത്തിരിക്കുകയാണ്. പല കുട്ടികളും ചിന്തിക്കുന്നു, 6 മാസത്തേക്ക് ബാപ്ദാദ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ 6 മാസം എന്തായാലും ഉണ്ടാകുമല്ലോ. പക്ഷെ ബാപ്ദാദ പറയുന്നു, ഈ പരിധിയിലുള്ള കാര്യങ്ങളുടെ ആധാരം എടുക്കാതിരിക്കൂ. സദാ തയ്യാറായിരിക്കൂ. നിരാധാരം 1 സെക്കൻഡിൽ ജീവൻ മുക്തി. വെല്ലുവിളിക്കുന്നു, 1 സെക്കൻഡിൽ ജീവൻ മുക്തിയുടെ സമ്പത്ത് നേടൂ. അപ്പോൾ എന്താ, താങ്കൾക്ക് 1 സെക്കൻഡിൽ സ്വയത്തെ ജീവൻ മുക്തമാക്കുവാൻ സാധിക്കുകയില്ലേ? അതിനാൽ കാത്തിരിപ്പല്ല, സമ്പന്നമാകുന്നതിന്റെ തയ്യാറെടുപ്പ് നടത്തൂ. ബാപ്ദാദയ്ക്ക് കുട്ടികളുടെ കളി കണ്ട് ചിരിയും വരുന്നു. ഏത് കളിയിലാണ് ചിരി വരുന്നത്? പറയാമോ ഏതാണെന്ന്? ഇന്ന് മുരളി കേൾപ്പിക്കുന്നില്ല, വാർത്തകൾ കേൾപ്പിക്കുകയാണ്. ഇപ്പോൾ വരെയും പല കുട്ടികൾക്കും കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുന്നത് വളരെ ഇഷ്ടമാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുക, ചെറിയ കാര്യത്തെ ഉള്ളിലെടുക്കുക. ഇവ സമയം നഷ്ടപ്പെടുത്തലാണ്. ഇവ വഴിയോര കാഴ്ചകളാണ്. ഭിന്ന ഭിന്ന സംസ്കാരങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ, ഇത് സമ്പൂർണതയുടെ ലക്ഷ്യത്തിനിടയ്ക്ക് വരുന്ന വഴിയോര കാഴ്ചകളാണ്. ഇതിൽ നിന്നു പോവുക, അതായത് ആലോചിക്കുക, പ്രഭാവത്തിലേക്ക് വരിക, സമയം നഷ്ടപ്പെടുത്തുക, താൽപര്യത്തോടെ കേൾക്കുക, കേൾപ്പിക്കുക, അന്തരീക്ഷമുണ്ടാക്കുക, ഇതാണ്
നിന്നു പോകുക. ഇതിലൂടെ സമ്പൂർണതയുടെ ലക്ഷ്യത്തിൽ നിന്നും ദൂരെയായി പോകുന്നു. പരിശ്രമവും ഉണ്ട്, ആഗ്രഹവുമുണ്ട്. ബാപ് സമാനം ആവുക തന്നെ വേണം. ശുഭസങ്കല്പം, ശുഭ ഇച്ഛയുണ്ട്. എന്നാൽ പരിശ്രമം ചെയ്തുകൊണ്ടും തടസ്സം വരുന്നു. 2 ചെവിയുണ്ട്, 2 കണ്ണുണ്ട്, വായുണ്ട് എങ്കിൽ കാണുകയും ചെയ്യും, കേൾക്കുകയും ചെയ്യും, സംസാരിക്കുകയും ചെയ്യും. എന്നാൽ ബാബയുടെ വളരെ പഴയ സ്ലോഗൻ ഓർമ്മയിൽ വെക്കൂ. കണ്ടിട്ടും കാണാതിരിക്കൂ, കേട്ടിട്ടും കേൾക്കാതിരിക്കൂ. കേട്ടിട്ട് ചിന്തിക്കരുത്, കേട്ടിട്ട് ഉള്ളിലൊതുക്കൂ, പരത്തരുത്. ഈ പഴയ സ്ലോഗൻ ഓർമ്മയിൽ തീർച്ചയായും വെക്കണം. എന്തെന്നാൽ ദിനം പ്രതിദിനം എല്ലാവരും പഴയ ശരീരത്തിൽ നിന്ന് കണക്ക് തീർത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തന്നെ പഴയ സംസ്കാരവും പഴയ രോഗങ്ങളും എല്ലാം പുറത്തു വന്ന് തന്നെ അവസാനിക്കണം. അതിനാൽ പരിഭ്രമിക്കരുത്. ഇപ്പോൾ അറിയില്ല, ഇനിയും പ്രശ്നങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യമാണെങ്കിൽ ഉണ്ടായിരുന്നില്ല. എന്തുണ്ടായിരുന്നില്ല, അതും ഇപ്പോൾ പുറത്തേക്ക് വരും. പുറത്തു വരണം. താങ്കളുടെ ഉള്ളിൽ ഒതുക്കാനുള്ള ശക്തി, സഹനശക്തി, ഉൾക്കൊള്ളാനുള്ള ശക്തി, നിർണയിക്കുന്നതിനുള്ള ശക്തി ഇവയുടെ പരീക്ഷയാണ്. എന്താ 10 വർഷത്തിന് മുൻപത്തെ പരീക്ഷ വരുമോ? BA-യുടെ ക്ലാസ്സിലെ പരീക്ഷ MA-യുടെ ക്ലാസ്സിൽ വരുമോ? അതിനാൽ പരിഭ്രമിക്കരുത്. എന്താണ് സംഭവിക്കുന്നത്? ഇതും സംഭവിക്കുന്നു, ഇത് സംഭവിക്കുന്നു. കളി കാണൂ, പരീക്ഷ പാസ്സാകൂ, ബഹുമതിയോടെ പാസ്സാകുന്നവരാകൂ. ബാബ് ദാദ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, പാസ്സാകുന്നതിനുള്ള ഏറ്റവും സഹജമാർഗമാണ് കൂടെ കഴിയൂ. നിങ്ങളുടെ കാര്യത്തിന് അപ്പുറത്തുള്ളത് എന്താണോ അതിനെ കടത്തിവിടൂ. കൂടെ കഴിയൂ, കടത്തിവിടൂ, വിജയി ആകൂ. എന്താ ബുദ്ധിമുട്ടാണോ? ടീച്ചേഴ്സ് പറയൂ, മധുബൻകാർ പറയൂ. മധുബൻകാർ കൈ ഉയർത്തൂ. സമർത്ഥരാണ് മധുബൻകാർ. മുന്നിലേക്ക് വരൂ, വന്നോളൂ. ബാബ്ദാദയ്ക്ക് സന്തോഷമാണ്. സ്വന്തം അവകാശം എടുക്കുകയല്ലേ? നല്ലതാണ്. ബാബ്ദാദയ്ക്ക് നീരസമില്ല. മുന്നിൽ വന്നിരുന്നോളൂ. മധുബനിൽ താമസിക്കുന്നുവെങ്കിൽ ആരെങ്കിലും അടുത്ത് നിമിത്തമാകണമല്ലോ. എന്നാൽ പാസ് എന്ന വാക്ക് ഓർമ്മ വയ്ക്കുക. പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുകയല്ലേ? കൊള്ളക്കാരും വരുന്നു. പല പുതിയ പുതിയ കാര്യങ്ങളും സംഭവിക്കുന്നു. ഇപ്പോൾ ബാബ പൊതുവായി എന്തു പറഞ്ഞുവോ അല്പം ഗുപ്തമായി വെക്കുന്നു. പക്ഷേ മധുബൻകാർക്കറിയാം. ആസ്വദിച്ചോളൂ, ആശയക്കുഴപ്പത്തിലാകരുത്. ഒന്നെങ്കിൽ ആശയക്കുഴപ്പത്തിലാവുക, അല്ലെങ്കിൽ മനോരഞ്ജനമെന്ന് മനസ്സിലാക്കി ആനന്ദത്തോടെ പാസ്സാകുക. അപ്പോൾ ആശയക്കുഴപ്പത്തിലാകുന്നതാണോ നല്ലത്, അതോ പാസ്സായി ആനന്ദത്തിൽ കഴിയുന്നതാണോ നല്ലത്? പാസ് ചെയ്യണ്ടേ? പാസ്സാകണ്ടേ? അപ്പോൾ പാസ് ചെയ്യൂ. എന്താ വലിയ കാര്യമാണോ? ഒരു വലിയ കാര്യവുമില്ല. കാര്യത്തെ വലുതാക്കുക അല്ലെങ്കിൽ ചെറുതാക്കുക എന്നത് സ്വന്തം ബുദ്ധിയിലാണ് ഇരിക്കുന്നത്. ആരാണ് കാര്യം വലുതാക്കുന്നത്? അവരെപ്പറ്റി അജ്ഞാനകാലത്തും പറയുന്നു, കയറിനെ പാമ്പാക്കുന്നവരാണ്. സിന്ധി ഭാഷയിൽ പറയുന്നു നോരിക്കോ നാഗ്, അതായത് കയറിനെ പാമ്പെന്ന് കരുതുന്നു. ഇങ്ങനെയുള്ള കളി കളിക്കാതിരിക്കൂ. ഇനി ഈ കളി സമാപ്തം. ഇന്ന് വിശേഷ വാർത്ത കേൾപ്പിച്ചല്ലോ. ബാബ്ദാദ ഇപ്പോൾ ഒരു സഹജ പുരുഷാർത്ഥം പറയുകയാണ്. ബുദ്ധിമുട്ടില്ല. എല്ലാവർക്കും ഈ സങ്കല്പം തന്നെയാണല്ലോ. സമാനമാവുക തന്നെ വേണം, ആകുക തന്നെ വേണം. പക്ക അല്ലേ? വിദേശികളും ആകുക തന്നെ വേണമല്ലോ. ടീച്ചേഴ്സ് ആകേണ്ടേ? ഇത്രയും ടീച്ചേഴ്സ് വന്നിരിക്കുന്നു. ആഹാ, അത്ഭുതമാണ് ടീച്ചർമാരുടേത്.
ബാപ്ദാദ സന്തോഷ വാർത്ത കേട്ടു ടീച്ചർമാരുടേത്. ഏത് സന്തോഷ വാർത്തയാണ്? പറയൂ. ടീച്ചർമാർക്ക് ഇന്ന് ഗോൾഡൻ മെഡൽ, അതായത് ബാഡ്ജ് ലഭിച്ചു. ആർക്ക് ഗോൾഡൻ മെഡൽ ലഭിച്ചുവോ കൈ ഉയർത്തു. പാണ്ഡവർക്കും ലഭിച്ചുവോ? ബാബയുടെ തരക്കാർ ഇരുന്നു പോകരുത്. പാണ്ഡവർ ബ്രഹ്മബാബയുടെ തരക്കാരാണ്. ബ്രാക്കറ്റിൽ അവർക്ക് മറ്റു പ്രകാരത്തിലുള്ള ഗോൾഡൻ ബാഡ്ജ് ലഭിച്ചിട്ടുണ്ട്. പാണ്ഡവർക്ക് റോയൽ ഗോൾഡ് മെഡൽ ആണ്. ഗോൾഡ് മെഡൽ ഉള്ളവർക്ക് ബാപ്ദാദയുടെ കോടി കോടി മടങ്ങ് ആശംസകൾ, ആശംസകൾ, ആശംസകൾ. ദേശവിദേശത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ഗോൾഡൻ മെഡൽ ലഭിച്ച എല്ലാവരും മനസ്സിലാക്കണം, എനിക്കും ബാപ്ദാദ ആശംസകൾ നൽകിയിരിക്കുന്നു. പാണ്ഡവർ ആകട്ടെ, ശക്തികളാകട്ടെ, ഏതൊരു കാര്യത്തിന് നിമിത്തമാകുന്നവർക്കും, പ്രത്യേകിച്ച് ഈ ദാദിമാർ പരിവാരത്തിൽ കഴിയുന്നവർക്കും എന്തെങ്കിലും വിശേഷതയുടെ ആധാരത്തിൽ ഗോൾഡൻ മെഡൽ നൽകുന്നു. ആർക്ക് ഏതൊരു വിശേഷതയുടെ ആധാരത്തിൽ, സമർപ്പണത്തിന്റെ ആധാരത്തിലാകട്ടെ, ഏതൊരു സേവനത്തിൽ വിശേഷിച്ച് മുന്നേറുന്നവർക്ക് ദാദിമാരിലൂടെയും ഗോൾഡൻ മെഡൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ദൂരെ ഇരുന്ന് കേൾക്കുന്നവർക്കും വളരെ വളരെ ആശംസകൾ. ദൂരെ ഇരുന്ന് മുരളി കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി, ഗോൾഡൻ മെഡലുകാർക്ക് വേണ്ടി ഒരു കൈകൊണ്ട് കൈയടിക്കൂ. അവർ താങ്കളുടെ കൈയടി കണ്ടുകൊണ്ടിരിക്കുന്നു, സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. ബാപ്ദാദ സഹജ പുരുഷാർത്ഥം കേൾപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ സമയമാണെങ്കിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകണം. 1 മണിക്കൂർ മുൻപും ബാപ്ദാദ പ്രഖ്യാപിക്കുകയില്ല, ചെയ്യുകയില്ല, ചെയ്യുകയില്ല. നമ്പർ എങ്ങനെയാകും? അഥവാ അപ്രതീക്ഷിതമായി നടക്കുന്നില്ലെങ്കിൽ എങ്ങനെ പരീക്ഷയാകും? ബഹുമതിയോടെ പാസ്സാവുന്നതിന്റെ സർട്ടിഫിക്കറ്റ്, ഫൈനൽ സർട്ടിഫിക്കറ്റ് അപ്രതീക്ഷിതം തന്നെ ആകണം. അതിനാൽ ദാദിമാരുടെ ഒരു സങ്കല്പം ബാപ്ദാദയുടെ അടുക്കൽ എത്തിച്ചേർന്നിരിക്കുന്നു. ദാദിമാർ ആഗ്രഹിക്കുന്നു, ഇപ്പോൾ ബാപ്ദാദ സാക്ഷാത്കാരത്തിന്റെ ചാബി തുറക്കണം. ഇതാണ് ഇവരുടെ സങ്കല്പം. താങ്കൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടോ? ബാപ്ദാദ ചാബി തുറക്കണോ അതോ താങ്കൾ നിമിത്തമാകുമോ? ശരി, ബാപ്ദാദ ചാബി തുറക്കട്ടെ. ശരി. ബാപ്ദാദ ഹാൻജി പറയുന്നു. ബ്രാക്കറ്റിൽ എല്ലാവരും കൈയടി മുഴക്കി. ആദ്യം മുഴുവൻ കേൾക്കൂ. ബാപ്ദാദയ്ക്ക് ചാബി തുറക്കുന്നതിൽ എന്താണ് വൈകുന്നത്? അതും ആരിലൂടെ ആയിരിക്കും? പ്രത്യക്ഷപ്പെടുത്തേണ്ടത് ആരെയാണ്? കുട്ടികളെയാണോ അതോ ബാബയെയാണോ? ബാബയ്ക്കും കുട്ടികളിലൂടെ ചെയ്യണം. എന്തെന്നാൽ അഥവാ ബിന്ദുവിന്റെ സാക്ഷാത്കാരം തന്നെ ഉണ്ടായാലും പലരും പാവങ്ങളാണല്ലോ. അപ്പോൾ മനസ്സിലാക്കുകയേയില്ല ഇതെന്താണെന്ന്. അന്തിമത്തിൽ ശക്തികളുടെയും പാണ്ഡവ കുട്ടികളിലൂടെയും ബാബ പ്രത്യക്ഷമാകണം. അപ്പോൾ ബാപ്ദാദ ഇതാണ് പറയുന്നത്, എല്ലാ കുട്ടികളുടെയും ഒരേ സങ്കല്പമാണ് ബാപ് സമാനം ആകുക തന്നെ വേണം എന്നത്. ഇതിൽ രണ്ടാമതൊരു വിചാരം ഇല്ലല്ലോ, ഒരേ വിചാരമാണല്ലോ. അപ്പോൾ ബ്രഹ്മബാബയെ ഫോളോ ചെയ്യൂ. അശരീരി ബിന്ദു തനിയെ ആയിക്കോളും. ബ്രഹ്മബാബയോട് എല്ലാവർക്കും സ്നേഹമാണല്ലോ. കൂടുതലും കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ടെങ്കിലും വിദേശികൾക്ക് ബ്രഹ്മബാബയോട് വളരെ സ്നേഹമാണ്. ഈ കണ്ണുകളിലൂടെ കണ്ടിട്ടില്ല, എന്നാലും അനുഭവത്തിന്റെ നേത്രത്തിലൂടെ ഭൂരിപക്ഷം വിദേശികളും ബ്രഹ്മബാബയെ കണ്ടിട്ടുണ്ട്. വളരെ സ്നേഹവുമാണ്. ഇങ്ങനെ ഭാരതത്തിന്റെ ഗോപഗോപികമാർ ഉണ്ട്. എന്നാലും ബാപ്ദാദ വിദേശികളുടെ കഥകൾ ഇടയ്ക്കിടെ കേൾപ്പിക്കാറുണ്ട്. ഭാരതവാസികൾ അല്പം ഗുപ്തമാക്കി വെക്കുന്നു.
അവർ ബ്രഹ്മബാബയെ പ്രതി കേൾപ്പിക്കുന്നു. അപ്പോൾ അവരുടെ കഥകൾ ബാബ്ദാദയും കേൾക്കുന്നു, മറ്റുള്ളവരോടും പറയുന്നു. വിദേശികൾക്ക് ആശംസകൾ. ലണ്ടൻ, അമേരിക്ക, ഓസ്ട്രേലിയ, ആഫ്രിക്ക, ഏഷ്യ, റഷ്യ, ജർമ്മനി, നാനാഭാഗത്തെയും വിദേശികൾക്ക് ആരാണോ ദൂരെയിരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് അവർക്കും ആശംസകൾ നൽകുന്നു. പ്രത്യേകിച്ച് ബ്രഹ്മബാബ ആശംസകൾ നൽകുകയാണ്. ഭാരതീയരുടേത് അല്പം ഗുപ്തമാണ്. അത്ര പ്രസിദ്ധമാക്കാൻ ആവുന്നില്ല. ഗുപ്തമായി വെക്കുന്നു. ഇപ്പോൾ പ്രത്യക്ഷമാക്കൂ. ബാക്കി ഭാരതത്തിലും വളരെ നന്നായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഗോപികമാരുണ്ട്. അഥവാ അവരുടെ അനുഭവം ഇന്നത്തെ കാലത്ത് പ്രധാനമന്ത്രി, പ്രസിഡന്റ് തന്നെ കേൾക്കുകയാണെങ്കിൽ പോലും അവരുടെ കണ്ണുകളിൽ നിന്നും വെള്ളം വന്നു പോകും. ഇങ്ങനെയുള്ള അനുഭവമാണ്. എന്നാൽ ഗുപ്തമായി വെക്കുന്നു. ഇത്രയും തുറന്നു പറയുന്നില്ല. അവസരവും കുറച്ചേ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ബാബ്ദാദ ഇതാണ് പറയുന്നത്. ബാബ്ദാദയോട് എല്ലാവർക്കും സ്നേഹമുണ്ട്. അതിനാൽ സ്വയത്തെ എന്തു പറയുന്നു? ബ്രഹ്മകുമാരിയോ ശിവകുമാരിയോ? ബ്രഹ്മകുമാരി എന്നല്ലേ പറയുന്നത്. അപ്പോൾ ബ്രഹ്മബാബയോട് എല്ലാവർക്കും സ്നേഹമുണ്ടല്ലേ? അപ്പോൾ അശരീരിയാകുന്നതിൽ അല്പം പരിശ്രമം ചെയ്യേണ്ടി വന്നാലും ബ്രഹ്മബാബ ഇപ്പോൾ ഏത് രൂപത്തിലാണ്? ഏത് രൂപത്തിലാണ്? പറയൂ. ബ്രാക്കറ്റിൽ മാലാഖ രൂപത്തിലാണ്. അപ്പോൾ ബ്രഹ്മബാബയോട് സ്നേഹം, അതായത് മാലാഖ രൂപത്തോട് സ്നേഹം. ബിന്ദുവാകുക പ്രയാസമായി തോന്നുന്നുവെങ്കിൽ മാലാഖയാകുക അതിലും എളുപ്പമല്ലേ? പറയൂ, ബിന്ദുരൂപത്തെക്കാൾ മാലാഖ രൂപം എളുപ്പമല്ലേ? താങ്കൾക്ക് അക്കൗണ്ട്സ് ജോലി ചെയ്തുകൊണ്ടും ബിന്ദുവാകാൻ കഴിയുമോ? മാലാഖയാകാൻ കഴിയുമല്ലോ. ബിന്ദുരൂപത്തിൽ കർമ്മം ചെയ്തുകൊണ്ടും ഇടയ്ക്കിടെ വ്യക്ത ശരീരത്തിൽ വരേണ്ടി വരുന്നു. അതിനാൽ ബാബ്ദാദ കണ്ടു, ശാസ്ത്രജ്ഞർ ഒരു ലൈറ്റിന്റെ ആധാരത്തിലൂടെ റോബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കേട്ടിട്ടില്ലേ? ശരി, കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടില്ലേ? മാതാക്കൾ കേട്ടിട്ടുണ്ടോ? താങ്കൾക്ക് ചിത്രം കാട്ടിത്തരാം. അവർ ലൈറ്റിന്റെ ആധാരത്തിൽ റോബോട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അതെല്ലാം പ്രവർത്തിക്കുന്നു. കൂടുതൽ വേഗത്തിൽ ചെയ്യുന്നു. ലൈറ്റിന്റെ ആധാരത്തിലൂടെ. സയൻസിന്റെ പ്രത്യക്ഷ തെളിവാണ്. അപ്പോൾ ബാബ്ദാദ പറയുന്നു, എന്താ സൈലൻസിന്റെ ശക്തിയിലൂടെ, സൈലൻസിന്റെ ലൈറ്റിലൂടെ താങ്കൾക്ക് കർമ്മം ചെയ്യാൻ ആവില്ലേ? ചെയ്യാനാവില്ലേ? എഞ്ചിനീയറും ശാസ്ത്രജ്ഞരും ഇരിക്കുന്നില്ലേ? താങ്കളും ഒരു ആത്മീയ റോബോട്ടിന്റെ സ്ഥിതി തയ്യാറാക്കൂ. അതിനെ പറയും ആത്മീയ കർമ്മയോഗി, മാലാഖ കർമ്മയോഗി. ആദ്യം താങ്കൾ തയ്യാറാവുക. എഞ്ചിനീയറുണ്ട്, ശാസ്ത്രജ്ഞരുണ്ട്. എങ്കിൽ ആദ്യം താങ്കൾ അനുഭവം ചെയ്യുക. ചെയ്യുമോ? ചെയ്യാനാവുമോ? ശരി, ഇങ്ങനെയുള്ള പ്ലാൻ ഉണ്ടാക്കൂ. ബാബ്ദാദ ഇങ്ങനെയുള്ള നടക്കുന്ന, കറങ്ങുന്ന ആത്മീയ കർമ്മയോഗി മാലാഖമാരെ കാണുവാൻ ആഗ്രഹിക്കുന്നു. അമൃതവേളയ്ക്ക് എണീക്കൂ. ബാബ്ദാദയുമായി മിലനം ആഘോഷിക്കൂ. ആത്മീയ സംഭാഷണം ചെയ്യൂ. വരദാനം എടുക്കൂ. എന്ത് ചെയ്യണമോ അത് ചെയ്യൂ. എന്നാൽ ബാബ്ദാദയുമായി പതിവായി അമൃതവേളയ്ക്ക് കർമ്മയോഗി മാലാഖ ഭവ എന്ന വരദാനമെടുത്ത് പിന്നെ ജോലി കാര്യങ്ങളിൽ വരൂ. ഇത് സാധിക്കുമോ? ഈ പുതിയ വർഷത്തിൽ ലക്ഷ്യം വയ്ക്കൂ. സംസ്കാര പരിവർത്തനം. സ്വയത്തിന്റെയും സഹയോഗത്തിലൂടെ മറ്റുള്ളവരുടെയും. ആരെങ്കിലും ദുർബലരാണെങ്കിൽ സഹയോഗം നൽകൂ. വർണ്ണിക്കാതിരിക്കൂ. ചുറ്റുപാട് ഉണ്ടാക്കാതിരിക്കൂ.
സഹയോഗം നൽകൂ. ഈ വർഷത്തെ വിഷയം സംസ്കാര പരിവർത്തനം. മാലാഖ സംസ്കാരം ബ്രഹ്മബാബയ്ക്ക് സമാനമായ സംസ്കാരം. അപ്പോൾ സഹജ പുരുഷാർത്ഥമാണോ അതോ പ്രയാസമാണോ? കുറേശ്ശെ പ്രയാസമുണ്ടോ? ഒരിക്കലും ഒരു കാര്യവും പ്രയാസമാകുന്നില്ല. തന്റെ ദുർബലത പ്രയാസമാക്കുകയാണ്. അതിനാൽ ബാപ്ദാദ പറയുന്നു, ഹേ മാസ്റ്റർ സർവശക്തിവാൻ കുട്ടികളെ, ഇപ്പോൾ ശക്തികളുടെ അന്തരീക്ഷം പരത്തൂ. ഇപ്പോൾ അന്തരീക്ഷത്തിന് താങ്കളുടെ വളരെ വളരെ ആവശ്യമുണ്ട്. ഇന്നത്തെ കാലത്ത് വിശ്വത്തിൽ മലിനീകരണത്തിന്റെ പ്രശ്നമാണ്. ഇങ്ങനെ വിശ്വത്തിൽ 1 മണിക്കൂർ മനസ്സിൽ സുഖശാന്തിയുടെ അന്തരീക്ഷത്തിന്റെ ആവശ്യമുണ്ട്. എന്തെന്നാൽ മനസ്സിന്റെ മലിനീകരണം വളരെയാണ്. വായു മലിനീകരണത്തെക്കാൾ ഏറെയാണ്. ശരി, നാനാഭാഗത്തെയും ബാപ്ദാദയ്ക്ക് സമാനമാകുക തന്നെ വേണം എന്ന ലക്ഷ്യം വെക്കുന്ന നിശ്ചയബുദ്ധി വിജയി ആത്മാക്കൾക്ക് സദാ പഴയ ലോകത്തെയും പഴയ സംസ്കാരത്തെയും ദൃഢസങ്കല്പത്തിലൂടെ പരിവർത്തനപ്പെടുത്തുന്ന മാസ്റ്റർ സർവശക്തിവാൻ ആത്മാക്കൾക്ക് സദാ ഏതെങ്കിലും കാരണത്താൽ, സാഹചര്യത്താൽ, സ്വഭാവ സംസ്കാരത്താൽ ദുർബലരായ കൂട്ടുകാർക്ക്, ആത്മാക്കൾക്ക് സഹയോഗം നൽകുന്നവരായ, കാരണം കാണുന്നവരല്ല, നിവാരണം ചെയ്യുന്ന ഇങ്ങനെയുള്ള ധൈര്യശാലി ആത്മാക്കൾക്ക് സദാ ബ്രഹ്മബാബയുടെ സ്നേഹത്തിന് പകരം നൽകുന്നവരായ കർമ്മയോഗി മാലാഖമാരായ ആത്മാക്കൾക്ക് ബാപ്ദാദയുടെ സ്നേഹസ്മരണയും നമസ്തേയും. വരദാനം: ശുഭചിന്തക സ്ഥിതിയിലൂടെ സർവരുടെയും സഹയോഗം പ്രാപ്തമാക്കുന്ന സർവരുടെയും സ്നേഹിയായി ഭവിക്കട്ടെ. ശുഭചിന്തക ആത്മാക്കളെ പ്രതി ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സ്നേഹം ഉൽപ്പന്നമാകുന്നു. ആ സ്നേഹം തന്നെ സഹയോഗിയാക്കി തരുന്നു. എവിടെ സ്നേഹമുണ്ടോ അവിടെ സമയം, സമ്പത്ത്, സഹയോഗം സദാ അടിയറയാകുവാൻ തയ്യാറാകുന്നു. അപ്പോൾ ശുഭചിന്തക സ്നേഹിയാക്കിയാൽ സ്നേഹം എല്ലാ തരത്തിലുമുള്ള സഹയോഗത്തിൽ അടിയറ വയ്ക്കും. അതിനാൽ സദാ ശുഭചിന്തനത്താൽ സമ്പന്നമായിരിക്കൂ. ശുഭചിന്തകരായി സർവരെയും സ്നേഹി സഹയോഗി ആക്കൂ. സ്ലോഗൻ: ഈ സമയം ദാതാവാകൂ, എങ്കിൽ താങ്കളുടെ രാജ്യത്തിൽ ജന്മജന്മം ഓരോ ആത്മാവും നിറഞ്ഞിരിക്കും. സൂചന: ഇന്ന് മാസത്തെ 3-ാം ഞായറാഴ്ച അന്താരാഷ്ട്ര യോഗ ദിനമാണ്. എല്ലാ ബ്രഹ്മവത്സരും സംഘടിത രൂപത്തിൽ വൈകിട്ട് 6:30 മുതൽ 7:30 മണിവരെ വിശേഷിച്ച് തന്റെ മാസ്റ്റർ സർവശക്തിവാൻ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് സർവ നിർബല ദുർബല ആത്മാക്കൾക്ക് ശുഭഭാവനയുടെ കിരണങ്ങൾ നൽകൂ. പരമാത്മാ ശക്തികളുടെ അനുഭവം ചെയ്തുകൊണ്ട് നാനാഭാഗത്തും ശക്തിശാലി അന്തരീക്ഷമുണ്ടാക്കാനുള്ള സേവനം ചെയ്യുക. ഓം ശാന്തി.